ഇറാനും ഇസ്രായേലും തമ്മിൽ പോരാട്ടം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇറാൻ തീർത്തും പരാജയപ്പെടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ധാരാളം കമന്റുകൾ വന്നു. പല കമന്റുകളും വായിക്കാൻ മടിക്കുന്നതാണ്. ഉത്തരമില്ലാത്തവർ കൊഞ്ഞലം കുത്തും എന്ന ഒരു നാടൻ പ്രയോഗമുണ്ട്. വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് നമ്മുടെ അഭിപ്രായങ്ങളും കണക്കുകൂട്ടലുകളുമാണ്. അതിന് എതിരഭിപ്രായമുള്ളവർ അത് പറയുകയാണ് വേണ്ടത്, അല്ലാതെ തെറികൊണ്ട് അഭിഷേകം ചെയ്യലല്ല വേണ്ടത്. നിങ്ങൾക്ക് എന്ത് കമന്റും എഴുതാം, എന്ത് കമന്റും ഓരോ പോസ്റ്റിന്റെ താഴെയും ചെയ്യാം. അതിന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ വിഷയാധിഷ്ഠിതമായി ചർച്ച ചെയ്യുകയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ നമ്മുടെ അഭിപ്രായം ഇന്നതായിരിക്കും എന്നുള്ളതാണ്. അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇറാൻ തീർത്തും പരാജയത്തിന്റെ വക്കിലേക്കാണ് പോകുന്നത്. അത് ഇറാൻ ഒരു പ്രതിരോധ ശക്തി ഇല്ലാത്ത, ഒരു ധൈര്യമില്ലാത്ത രാജ്യം, ഒരു പോരാളി എന്നുള്ള നിലക്കല്ല, മറിച്ച് ഇറാനെയും അതിക്രമിച്ച് മുന്നോട്ട് കടന്നു പോകാൻ അപ്പുറത്ത് നിൽക്കുന്ന ഇസ്രായേലിനാണെങ്കിലും അമേരിക്കക്കാണെങ്കിലും കഴിയും എന്നുള്ള ബോധ്യത്തിനാണ് പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞത് ഇസ്രായേലിന്റെ അക്രമത്തിന്റെ ഒരു സ്ട്രാറ്റജിയാണ്. പിഞ്ചു പൈതങ്ങളെ, മക്കളെ കൊല്ലുന്നതാണ് അവരുടെ യുദ്ധത്തിന്റെ ഒരു സ്ട്രാറ്റജിയായി നമ്മൾ കണ്ടത്. നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞത് ശരിയല്ലേ? 100 വിദ്യാർത്ഥികളെയാണ് ഇറാനിലെ വിദ്യാർത്ഥികളെയാണ് ഇസ്രായേൽ കൊന്നൊടുക്കിയത്. നമുക്ക് അവരുടെ ഖബറുകൾ കുഴിച്ചു വെച്ചിരിക്കുന്നത്, ശവകുടീരം കുഴിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പിഞ്ചു മക്കളുടെ, സ്കൂൾ വിദ്യാർത്ഥികളുടെ അന്തി ഉറങ്ങാനുള്ള സ്ഥലം. ഇതൊക്കെ അവരുടെ യുദ്ധ സ്ട്രാറ്റജിയാണ്. ഇമോഷണലി ഒരു സമൂഹത്തെ എങ്ങനെയാണോ താഴ്ത്താൻ പറ്റുക ആ രീതിയിലൊക്കെ അവർ താഴ്ത്തുകയും അവരുടെ പ്രയാസങ്ങളെ മറച്ചു വെക്കുകയും മാധ്യമങ്ങൾക്ക് മറ്റുള്ള ഇറാനിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയുകയാണെങ്കിൽ ഇറാനിന്റെ പല സംഗതികൾക്കും ഭയങ്കര ഹൈപ്പ് കൊടുത്ത് ഒരു യുദ്ധ വൈബ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അവരുടെ തന്ത്രം. ഇസ്രായേലിലും ഒരുപാട് പ്രയാസങ്ങളുണ്ട്, പക്ഷെ അതൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. എന്നാൽ ഇറാനിലെ കാര്യങ്ങളെല്ലാം ഒന്നേ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് അവരുടെ തന്ത്രം എന്ന് പറയുന്നത്. നോക്കൂ, നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോയിൽ കമന്റുകൾ ഒരുപാട് വന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. എന്നാൽ ആ കമന്റുകൾക്കിടയിൽ ഒരുപാട് തെറികളുണ്ട് എങ്കിലും അനുകൂലമായിട്ടുള്ള കമന്റുകളുമുണ്ട്. ഇവിടെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ കാരണം ഒരു പ്രത്യേക കമന്റാണ്. ആ കമന്റിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നിന്റെ നുണ വീട്ടിൽ പറയുക. ഗസയിലെ ആശുപത്രിയിൽ, സ്കൂളിൽ ആണ് ഹമാസ് ആസ്ഥാനം. കുട്ടികൾ, സ്ത്രീകൾ, ഇവരെ യുദ്ധത്തിൽ മുന്നിൽ നിർത്തുന്ന നാണമില്ലാത്ത വർഗം. എന്നിട്ട് ഈ പാവങ്ങളുടെ മൃതദേഹം വെച്ച് ലോകം മുഴുവൻ തെണ്ടി ആ കാശ് കൊണ്ട് ഫ്രാൻസ്, UK ഒക്കെ പോയി അടിച്ചു പൊളിക്കും. മദ്രസാകാരൻ പുറം ലോകം കാണണം, അറിയണം. ഓക്കെ, ഇതാണ് ആ കമന്റ്. നോക്കൂ, ഇദ്ദേഹത്തിന്റെ ഒരു അടിസ്ഥാന അറിവ്. നമ്മുടെ വീഡിയോയിലുള്ള വിഷയങ്ങൾ അതൊന്നുമല്ലല്ലോ. ഇപ്പൊ കമന്റിൽ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ, വിഷയങ്ങൾ അദ്ദേഹം അവിടെ പോയി കണ്ടെത്തിയതാണെന്നാണ് തോന്നുന്നത്. മറുപടി പറയുന്നില്ല. എങ്കിലും സമൂഹം ഇത്തരത്തിലുള്ള ആളുകളെയും വിഷയങ്ങളെയും നല്ല രീതിയിൽ മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഒരു വിഷയം ചർച്ച ചെയ്താലും വിഷയം ചർച്ച ചെയ്തിട്ടില്ലെങ്കിലും ആളുകൾക്ക് പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും. എങ്കിലും ഒരു വിഷയത്തിന് എതിരഭിപ്രായമുണ്ടെങ്കിൽ അത് പറയുകയാണ് വേണ്ടത്, അല്ലാതെ അടിസ്ഥാനരഹിതമായ പല കാര്യങ്ങളും പറഞ്ഞ് വിഷയം അലങ്കോലമാക്കുകയല്ല. ഇറാനിൽ ഇപ്പോൾ ആയത്തുള്ള ഖമേനെയി കൊല്ലപ്പെട്ടു. അത് ഒരു വീരമൃത്യു തന്നെയാണ്. ലോകത്തെ പ്രതിരോധ ശക്തികളിൽ നിന്നും ഒറ്റയാൻ പോരാട്ടം നടത്തി സമൂഹത്തിന് നേതൃത്വം നൽകിയ ഒരു വലിയ നേതാവ് തന്നെയാണ് അദ്ദേഹം. കൊല്ലപ്പെട്ടത് ആ ജനതയ്ക്ക്, ആ രാഷ്ട്രത്തിന് വലിയ നഷ്ടം തന്നെയാണ്. ഒരു ധീരനായ പോരാളിയെയാണ് സമൂഹത്തിന് നഷ്ടമായിട്ടുള്ളത്. അതൊക്കെ ശരി തന്നെയാണ്. എങ്കിലും വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഇറാൻ പരാജയപ്പെടണം, അല്ലെങ്കിൽ പരാജയപ്പെട്ടേ മതിയാകൂ, ഇതൊന്നുമല്ല. ഇറാൻ പരാജയപ്പെട്ടേക്കാം, ഇറാൻ പരാജയപ്പെടുന്നതാണ് അവസാനം, ഇതിന്റെ അവസാനം ഇതായിരിക്കുമെന്നുള്ള നമ്മുടെ നിഗമനമാണ്. അത് ഒന്നുകിൽ തെറ്റാം, അല്ലെങ്കിൽ ശരിയാകാം. പക്ഷേ വിഷയത്തിനനുസരിച്ചാണ് മറുപടി പറയേണ്ടത്. തെറി വിളിക്കുന്നതിലുപരി വിഷയങ്ങളാണ് ചർച്ചയാവേണ്ടത്. വിഷയങ്ങളും അഭിപ്രായങ്ങളുമാണ് ചർച്ചയാവേണ്ടത്. അതിലെ നിഗമനങ്ങളാവട്ടെ സമൂഹത്തിനുള്ള പുതിയ അറിവുകൾ.